ഓഗസ്റ്റ് 7 വൈകിട്ട് 7:20 മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന ASI എന്നെ വിളിച്ചു പറഞ്ഞു, സർ എയർപോർട്ടിൽ എന്തോ നടക്കുന്നുണ്ട്, ഇതാ ഫ്ലൈറ്റ് ഇതാ സർ, റൺവേ തെറ്റി സർ, ഇത് പോണു സർ, ഇത് സർ വീണു സർ, 2 പീസായി സർ എന്ന് പറഞ്ഞു. ലൈവ് കമന്ററി പോലെ എന്നെ അറിയിക്കുകയാണ്. അബ്ദുൽ കരീം യു IPS 3 പതിറ്റാണ്ടിലേറെ കാലം കേരള പോലീസിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ. കുറ്റാന്വേഷണ രംഗത്തും രക്ഷാപ്രവർത്തന ദൗത്യങ്ങളിലും മികച്ച പ്രവർത്തനങ്ങളിലൂടെ പേരെടുത്ത ഓഫീസർ. പറ്റാവുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരുന്നു. ഒരു 5-5:30 മണിയായപ്പോൾ ഒരു കാല് കിട്ടി. അത് ആരുടെയാണ് എന്താണെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, അത് എൻ്റെ മോളുടെ കാലാണോ എന്ന് സംശയമുണ്ട്. എന്താ കാര്യം? അതിലൊരു പാൽസരമുണ്ട്. കുറി കിട്ടിയിട്ട് ഞാനൊരു പാൽസരം വാങ്ങിക്കൊടുത്താണ്. ആ ആഭരണമാണ് കാലിലുള്ളത്. ദീർഘമായ തന്റെ സർവീസ് അനുഭവങ്ങൾ വിവരിക്കുകയാണ് അബ്ദുൽ കരീം യു IPS. ഒരാള് ഹാഫ് ഡോർ തുറന്ന് പെട്ടെന്ന് വന്നിട്ട് എൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, സാറേ അയമു വിഷം തന്നു. ഏതായമു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറാന്ന് പറഞ്ഞ് വിളിച്ചു. ഏതാ നോക്കി തോക്കാടെ വെക്കാന്ന് പറഞ്ഞാൽ ഇയാളെ പിടിക്കാൻ നോക്കുമ്പോൾ അയാൾ വായിൽ നിന്ന് കുറച്ച് വയലറ്റ് നിറത്തിലുള്ള എന്തോ ദ്രാവകം ഒലിക്കുന്നുണ്ട്. കേസന്വേഷണത്തിനിടെയുണ്ടായ സംഭവങ്ങൾ. ജീപ്പിന്റെ ലൈറ്റ് ബ്രൈറ്റ് ആക്കി ഇടാൻ ഡ്രൈവറോട് പറഞ്ഞ് നോക്കുന്ന സമയത്ത് ഒരു 6.25 അടി ഹൈറ്റുള്ള ഒരാൾ കണ്ടാൽ പേടി തോന്നുന്ന രീതിയിൽ കൈ, വയറ് എല്ലാം രക്തമൊലിച്ച് വലത് കൈ ആടി കളിക്കുന്ന രീതിയിൽ ഇടത് കൈയിൽ ശരീരഭാഗങ്ങളും താങ്ങി നടന്നു വരുന്നത് കണ്ടു. പോലീസ് സേവനത്തിനിടെ ഉള്ളുലച്ച സംഭവങ്ങൾ. നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല സർ, വിശപ്പില്ല. എന്താ വിശപ്പില്ലാത്തത്? ഞാൻ കുറേ ആലോചിച്ചു സർ. എന്താ ആലോചിച്ചത്? സാറേ ചോദിച്ച ചോദ്യങ്ങളൊക്കെ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ചോദിച്ചിരുന്നെങ്കിൽ എൻ്റെ സ്ഥിതി ഇതാവുമായിരുന്നില്ല. അവനെൻ്റെ കാല് പിടിച്ച് കരയാണ്. അതിവിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സേവാ മെഡലും 100ഓളം ഗുഡ് സർവീസ് എൻട്രികളും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായ പോലീസ് ഓഫീസറുടെ ജീവിതം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. ചരിത്രം എന്നിലൂടെ സഫാരി TV ചാനലിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 10:30, പിന്നെ സഫാരി TV യൂട്യൂബ് ചാനലിലും.